കാരണം നമ്മുടെ സ്വന്തം മിസൈൽ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്വന്തം മിസൈലായ ബ്രഹ്മോസ് നമ്മൾ വികസിപ്പിച്ചെടുത്ത മിസൈലാണ്. ഈ ബ്രഹ്മോസ് മിസൈല് വിയറ്റ്നാമിന് കൈമാറായത് ഈ നമ്മളെ മിസൈൽ നിർമ്മിച്ച അവർക്ക് ആയുധം മിസൈൽ കടത്ത് അത് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്, വിയറ്റ്നാമിന് കൊടുക്കാൻ പോകുന്നു. എന്താണത്? അതെ, അതിൽ തുടക്കത്തിൽ തന്നെ ഒരു തിരുത്തുണ്ട്. ഇത് ഇന്ത്യൻ മിസൈൽ അല്ല, ഇന്ത്യയിൽ നിർമ്മിച്ചതല്ല. ഇന്ത്യയും റഷ്യയുടെയും സംയുക്ത സംരംഭമാണ്. സംയുക്തമാണ്. ഓപ്പറേഷൻ സിന്ദൂറിലാണ്. അതെ. അപ്പോൾ ഇതിന്റെ സാങ്കേതിക വിദ്യ പൂർണ്ണമായിട്ട് ഇന്ത്യക്ക് അവകാശപ്പെട്ടതല്ല. സാങ്കേതിക വിദ്യ ഇന്ത്യയും റഷ്യയും കൂടി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഒരു സംഗതിയാണ്. മനസ്സിലായി. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബ്രഹ്മോസ് മിസൈലുകൾ ഏതാണ്ട് 15 മറ്റോ ആണ് പാകിസ്ഥാനിലേക്ക് പ്രയോഗിച്ചത്. അത് വൻ വിജയമായിരുന്നു. വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താക്കോൽ ദ്വാരം എന്ന് കണക്കാക്കുന്ന തരത്തിലുള്ള സൂക്ഷ്മതയോടെ കൃത്യം ലക്ഷ്യങ്ങൾ ഭേദിച്ചു. അതിൻ്റെ വാർത്തകൾ ആഗോളതലത്തിൽ വലിയ വാർത്തയായി. അങ്ങനെ ഈ ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് വലിയ ചർച്ചയായി. പിന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഇത് ശബ്ദത്തിൻ്റെ 3 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മിസൈലാണ്. 2.8 ഇത് മാക് സ്പീഡ് 2.8 ആണ്. അതായത് ശബ്ദത്തിൻ്റെ ഏതാണ്ട് 3 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈൽ. അതുകൊണ്ട് തന്നെ തൊടുത്തു വിട്ടുകഴിഞ്ഞാൽ ഇതിനെ തടുക്കുക പ്രയാസമാണ്. അപ്പോൾ ഏത് ദുർഘടമായ ലക്ഷ്യവും സൂക്ഷ്മതയോടെ കൃത്യതയോടെ ഭേദിക്കുകയും ചെയ്യും, അതിനെ തടയാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മോസ് മിസൈൽ പല രാജ്യങ്ങൾ അതിൻ്റെ സാധ്യതകൾ തേടി. അപ്പോൾ ആദ്യം നമുക്ക് അത് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുന്നതിന് മുമ്പാണ് നമ്മുടെ ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യവുമായിട്ട് 2022 ഒരു കരാറുണ്ടായിരുന്നു. നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങുന്ന ആദ്യത്തെ വിദേശ രാജ്യമാണ് ഫിലിപ്പീൻസ്. ഇനി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇപ്പോൾ വിയറ്റ്നാമുമായിട്ട് ഒരു കരാറായിട്ടുണ്ട്. ഇന്തോനേഷ്യയുമായിട്ടും ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ ആസിയാൻ എന്ന് പറയുന്ന കൂട്ടായ്മയിലുള്ള രാജ്യങ്ങൾ കൂടിയാണ്. അപ്പോൾ അവരുമായിട്ട് ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ ഇടപാടുകൾ സുഗമമാക്കുന്നതിനും അതിൻ്റെ ഒരു നയസമീപനത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ കരാർ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ വിയറ്റ്നാമുമായിട്ട് നമ്മുടെ സിംഗപ്പൂരിൽ ഷാങ്ക്രി ലാ ഡയലോഗ് എന്ന രീതിയിൽ ഒരു പ്രതിരോധ സമ്മിറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അദ്ദേഹമാണ് ഈ വിയറ്റ്നാമുമായിട്ടുള്ള കരാർ ഉറപ്പിച്ച വിവരം പുറത്തുവിട്ടത്. പക്ഷേ ഇതിൻ്റെ മറ്റ് വിവരങ്ങൾ വിശദാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ലഭ്യമായ വിവരം പ്രകാരം ഏതാണ്ട് 60,000 കോടി രൂപയുടെ ഒരു കരാറാണ് വിയറ്റ്നാമുമായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. ഇത് അവരുടെ നേവൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കുക. അവരുടെ നമ്മുടെ വിയറ്റ്നാം നേവിയുടെ പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വിയറ്റ്നാമിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ വാങ്ങൽ കൂടിയാണ്. 60,000 കോടി രൂപയുടെ ഏറ്റവും വലിയൊരു കരാറാണ് ഇന്ത്യയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ ബ്രഹ്മോസ് മിസൈലുകൾ ഞാൻ നേരത്തെ പറഞ്ഞു റഷ്യയുമായിട്ട് സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു മിസൈലാണ്. പല വേരിയൻ്റ് ഉണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് വേരിയൻ്റ്, അതായത് ബേസ് മോഡൽ എന്ന് പറയുന്നത് ഏതാണ്ട് 290 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു മിസൈലാണ്. അതിന് വില ഏകദേശം 25 കോടി മുതൽ 28 കോടി വരെയാണ് ഒരു മിസൈലിൻ്റെ വില, ഒരു യൂണിറ്റ് മിസൈലിൻ്റെ വില. ഇനി 450 മുതൽ 800 കിലോമീറ്റർ വരെ റേഞ്ചുള്ള അപ്ഗ്രേഡ് ചെയ്ത വെർഷനുണ്ട്. അതിന് ഏതാണ്ട് 34 കോടി രൂപ വരെ വില വരും. പക്ഷേ രസകരമായൊരു സംഗതിയുണ്ട്. ഈ 2 മിസൈലുകളെക്കാൾ വലിപ്പക്കുറവും ഭാരക്കുറവുമുള്ളതാണ് വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്ന ബ്രഹ്മോസ് മിസൈൽ. പക്ഷേ അതിന് 38 കോടി രൂപ വില വരും. ഞാൻ പറഞ്ഞല്ലോ, വലിപ്പക്കുറവും ഭാരക്കുറവുമാണ്. അപ്പോൾ താരതമ്യേന ചെറുതാണല്ലോ എന്ന് നമ്മൾ കരുതും. പക്ഷേ അതിനാണ് ഏറ്റവും വലിയ വില. കാരണം അത് നമ്മൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന സ്വന്തം സാങ്കേതിക വിദ്യ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് എത്രയും വില. പിന്നെ ഇത് ഈ റാം ജെറ്റ് എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് ഈ പോകുന്ന വഴിയിൽ പുറത്തു നിന്നുള്ള ഓക്സിജൻ വലിച്ചെടുത്തുകൊണ്ടാണ് ഈ റാം ജെറ്റ് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഈ ശബ്ദത്തിൻ്റെ 3 മടങ്ങ് വേഗതയിൽ വരെ സഞ്ചരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ കരുതും ഒരു പ്രതിരോധ കരാർ എന്ന് പറയുന്നത് ഇപ്പോൾ 60,000 കോടി രൂപയുടെ പ്രതിരോധ കരാർ. അപ്പോൾ ഈ മിസൈലുകളുടെ ഒരെണ്ണത്തിൻ്റെ വില ഏകദേശം 25-28 കോടി രൂപ വരെ വരുന്ന ഒരു മിസൈലാണ്. അപ്പോൾ ഇത്രയും ഭീമാകാരമായ തുക എങ്ങനെ വരുമെന്ന ചോദ്യത്തിന് അതിന് ഉത്തരം ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ഈ ഒരു മിസൈൽ മാത്രമായിട്ടല്ല കൊടുക്കുക. മനസ്സിലായി. അത് വിക്ഷേപിക്കാനായിട്ടുള്ള സെറ്റപ്പ്, വിക്ഷേപണ വാഹനം, അതിൻ്റേതായ കമാൻഡ് സെൻറ്റർ, അതിൻ്റേതായ റഡാർ സംവിധാനം,
പിന്നെ അറ്റകുറ്റപ്പണി, ഇതിനടക്കമുള്ള സംഗതികൾ. ടെക്നോളജി സെർവ് ചെയ്യുന്നതിന് നമ്മൾ അല്ല, ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ്റനൻസും അതിൻ്റെ ട്രെയിനിങ്ങും അടക്കമുള്ള കാര്യങ്ങളാണ്. അതെ, അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കരാറിൻ്റെ ഭാഗമാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വില വരുന്നത്. ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ഫിലിപ്പീൻസിൽ ഈ പറയുന്ന രീതിയിൽ 2022 കരാറായി. പല രാജ്യങ്ങളും ഈ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനായിട്ട് തയ്യാറായിട്ട് നിൽപ്പുണ്ട്. അതിലൊരു രാജ്യമാണ് സൈപ്രസ്. സൈപ്രസ് എന്ന് പറയുന്ന ഒരു വളരെ ചെറിയൊരു രാജ്യമാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് ഗ്രീസ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യമുണ്ട്. ഈ ഗ്രീസ് എന്ന് പറയുന്നത് നമ്മുടെ നാറ്റോ സഖ്യ രാജ്യം കൂടിയാണ്. അപ്പോൾ ഈ സൈപ്രസിന് ഇത്രയും വലിയൊരു ആയുധമൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ബ്രഹ്മോസ് മിസൈലൊന്നും വാങ്ങിച്ച് അതിനുള്ള അവസ്ഥയും ശേഷിയൊന്നുമില്ല. അപ്പോൾ ഈ നാറ്റോ സഖ്യ രാജ്യമായിരിക്കെ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രീസും സൈപ്രസുമായിട്ട് ടൈപ്പ് ആയിക്കൊണ്ട് സൈപ്രസിനെ ഉപയോഗിച്ച് ഗ്രീസ് ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ ശ്രമിക്കുന്നോ എന്നൊരു ചോദ്യമൊക്കെ അവിടെ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടി എന്നാൽ ഇന്ത്യക്കും ഈ മിസൈലുകൾ കൈമാറാൻ സന്തോഷമേ ഉള്ളൂ. കാരണം ഇതൊക്കെ വിന്യസിക്കപ്പെടുക തുർക്കിക്കെതിരെയാണ്. മനസ്സിലായി. അപ്പോൾ തുർക്കിക്കെതിരെ ആയതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ, അതിപ്പോൾ ബ്രഹ്മോസ് ആയിക്കോട്ടെ മറ്റേത് ആയുധങ്ങളും ആയിക്കോട്ടെ, അത് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരെ പ്രയോഗിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രങ്ങൾ ഏത് രാജ്യങ്ങളുണ്ടോ ഇന്ത്യയുടെ സൗഹൃദ പട്ടികയിലുള്ള ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവരുടെയൊക്കെ കയ്യിൽ കൃത്യമായി എത്തുന്നു എന്നുള്ളത് കൂടിയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ഈ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ നയം മൊത്തത്തിൽ അങ്ങ് മാറി. മുൻകാലങ്ങളിൽ നമ്മൾ ആയുധങ്ങൾ പരമാവധി ഇത്രയും സാങ്കേതിക മികവുള്ള ആയുധങ്ങൾ സ്വന്തമായി നിർമ്മിക്കുന്നതിന് വരെ ഇറക്കുമതി ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പൊതുനയം. പ്രധാനമായിട്ട് റഷ്യയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഒക്കെ അതെ. ഇപ്പോൾ അത് മാറിയിട്ട് പരമാവധി ആയുധങ്ങൾ ഇവിടെ നിർമ്മിക്കുക, അതോടൊപ്പം അത് കയറ്റുമതി ചെയ്ത് പരമാവധി വിദേശ നാണയം നേടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പൊതുനയം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ്, മറ്റേ ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പേരുകളിൽ പല പല ക്യാമ്പയിനുകളും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ തരത്തിലുള്ള സ്ഥാപനങ്ങളും കമ്പനികളും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യം, ഇപ്പോൾ നമ്മൾ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ 60,000 കോടി രൂപയുടെ കരാർ ഉറപ്പിച്ചല്ലോ. ഈ വിയറ്റ്നാമിൻ്റെ പരമ്പരാഗത ആയുധ സപ്ലയർ എന്ന് പറയുന്നത് റഷ്യയാണ്. അപ്പോൾ ഇന്ത്യക്കും റഷ്യയുമായിട്ട് യാതൊരു പിണക്കവും ഇല്ല. വിയറ്റ്നാമിന് വേണമെങ്കിൽ റഷ്യയിൽ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തിന് ഇന്ത്യയിൽ നിന്ന് വാങ്ങും എന്നുള്ള ചോദ്യം, അവിടെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കിടക്കുന്നത്. കാര്യം റഷ്യ നിലവിൽ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് അവർ ആവശ്യപ്പെടുന്ന സമയത്ത് ആയുധങ്ങൾ കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ നിർമ്മിച്ച് റഷ്യയുടെ താല്പര്യപ്രകാരം കൊടുക്കുക. അതിപ്പോൾ ബ്രഹ്മോസ് മിസൈൽ മാത്രമല്ല, ഇന്ത്യയിൽ സുഖോയ് 30 റഷ്യൻ വിമാനങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്, അസംബിൾ ചെയ്യുന്നുണ്ട്. അതും ഇതേപോലെ സമാനമായിട്ട് റഷ്യക്ക് കൂടി താല്പര്യമുള്ള രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യക്ക് ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിലോട്ട് റഷ്യക്ക് വേണ്ടി കയറ്റുമതി ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിയറ്റ്നാമുമായിട്ടുള്ള ഈ ഒരു കരാറിൻ്റെ പിന്നിലും ഒരു റഷ്യൻ താല്പര്യം കൂടിയുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ ചെയ്ത് അവർക്ക് കൊടുക്കുന്നു. തീർച്ചയായിട്ടും.